ഗിരിരാജൻ കോഴി എന്ന കഥാപാത്രം മലയാളികൾ മറക്കാൻ സാധ്യതയില്ല അല്ലേ? പ്രേമം എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായി ഈ നടൻ പിന്നീട് നിരവധി കോമഡി കഥാപാത്രങ്ങൾ ചെയ്തു. നായകനേക്കാൾ ഒരു പടി മുകളിൽ ഓരോ സിനിമകളിലും സ്കോർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആ നടൻ സ്വന്തമായൊരു സിനിമ നിർമ്മിച്ച് അത് സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്ന കാഴ്ചയാണ് മലയാള സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അതെ, പറഞ്ഞു വരുന്നത് അയാളെക്കുറിച്ച് തന്നെയാണ്. ദ വെർസറ്റൈൽ ആക്ടർ ഷറഫുദ്ദീൻ. കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് സിനിമയിൽ അവസരം കൂടി വന്ന സമയത്താണ് അദ്ദേഹം ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കാൻ ശ്രമിച്ചത്. ആ ഷിഫ്റ്റ് വെറുതെ ആയില്ല. മലയാള സിനിമയ്ക്ക് ഒരു കിടിലൻ നടനെ തന്നെ ലഭിച്ചു. വരത്തൻ എന്ന സിനിമയിലെ ജോസി എന്ന നാടൻ വില്ലനെ ഇന്നും പേടിയോടെയാണ് സിനിമാ പ്രേമികൾ ഓർക്കുന്നത്. അവിടുന്നായിരുന്നു ഷറഫുദ്ദീന്റെ മാറ്റം. പിന്നീട് ചെയ്ത വൈറസ് എന്ന സിനിമയിൽ തന്റെ പ്രകടനം കൊണ്ട് കാണികളെ അദ്ദേഹം വീണ്ടും ഞെട്ടിച്ചു. ശേഷം എത്തിയ അഞ്ചാം പാതിരയിൽ പ്രധാന വില്ലനായി പ്രേക്ഷകരെ മുൾമുനിൽ നിർത്തിയതും ഈ നടൻ തന്നെയായിരുന്നു. ബിജു മേനോനൊപ്പം അഭിനയിച്ച ആർക്കറിയാം എന്ന സിനിമയിലെ റോയ് എന്ന ഷറഫുദ്ദീൻ ചെയ്ത കഥാപാത്രം വളരെ മികച്ചതായിരുന്നു എന്ന് സംശയമില്ലാതെ തന്നെ പറയാം. തുടർന്ന് ചെയ്ത സിനിമകളിലെല്ലാം എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാൻ ഷറഫുദ്ദീൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുറ്റവും ശിക്ഷയും എന്ന സിനിമയിലൂടെ ആദ്യമായി പോലീസ് വേഷം ചെയ്തപ്പോഴും അദ്ദേഹം അത് വളരെയധികം മികവുറ്റതാക്കി. നായകനായി എത്തിയ ഒരു പിടി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ ഷറഫുദ്ദീന് സാധിച്ചു. പ്രിയൻ ഓട്ടത്തിലാണ്, എൻ്റെ ഇക്കാക്കൊക്കെ ഒരു പ്രേമമുണ്ടായിരുന്നു, മധുര മനോഹര മോഹം, 1744 ഓൾട്ടോ തുടങ്ങിയ ചിത്രങ്ങളിൽ ഷറഫുദ്ദീന്റെ നായക വേഷങ്ങളെല്ലാം അയാളിലെ നടന്റെ റേഞ്ച് മനസ്സിലാക്കി തന്നു. ഇതിനിടയിൽ സഹനടനായും മികച്ച സിനിമകൾ ഷറഫുദ്ദീൻ ഭാഗമായി. റൊഷാക്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മനസ്സിൽ കയറിക്കൂടാൻ ഷറഫുദ്ദീന്റെ സതീഷിന് സാധിച്ചിരുന്നു. ഏത് റോളും ഷറഫുദ്ദീന്റെ പക്കൽ സേഫ് ആണെന്നൊരു തോന്നൽ പ്രേക്ഷകർക്കും സംവിധായകർക്കും തോന്നി തുടങ്ങി. ഇതിനുശേഷം ഷറഫുദ്ദീൻ വീണ്ടും മറ്റൊരു ട്രാക്ക് പിടിക്കാൻ തുടങ്ങി. ഫാന്റസി, ഹൊറർ എന്നീ ജോണറുകളിൽ കോമഡി കലർത്തിയ സിനിമകൾ ചെയ്യാൻ ആരംഭിച്ചു. എന്തിന്, മലയാള സിനിമയുടെ ആഡം സാൻഡലർ എന്നുവരെ സിനിമാ പ്രേമികൾ വിളിച്ചു തുടങ്ങി. കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ഹലോ മമ്മി എന്ന ഹൊറർ കോമഡി ചിത്രം മികച്ച പ്രതികരണമാണ് നേടിയത്. അതിനുശേഷം ഇറങ്ങിയ പടക്കളത്തിലാണെങ്കിലും ഷറഫുദ്ദീൻ അഴിഞ്ഞാടുകയായിരുന്നു. ഇരു ചിത്രങ്ങളും ഹിറ്റായതോടെ ഷറഫുദ്ദീൻ താൻ പോലും അറിയാതെ ഒരു മിനിമം ഗ്യാരണ്ടി സ്റ്റാറായി മാറി. ഇതിനിടയിൽ നിർമ്മാണ രംഗത്തേക്കും ഷറഫുദ്ദീൻ ചുവടുവെച്ചു. സമാന്തര സിനിമാ ധാരയിൽ എത്തിയ ചവിട്ട്. സിനിമയിൽ സാധാരണ ജോലികളെക്കാൾ കുറച്ച് കൂടുതൽ പൈസ ചിലപ്പോൾ കിട്ടുമെന്ന്, അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് ഷറഫുദ്ദീൻ പറഞ്ഞത്. കോവിഡ് കാലത്ത് റിട്ടേൺ വേണമെന്ന നിർബന്ധമൊന്നും ഇല്ലാതെയാണ് സുഹൃത്തുക്കൾ കൂടിയ റഹ്മാൻ ബ്രദേഴ്സിന്റെ ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്നും ഷറഫുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സിനിമ ദേശീയ സംസ്ഥാന പുരസ്കാര വേദികളിലും ചലച്ചിത്രമേളകളിലും അവാർഡുകൾ വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇപ്പോൾ ഷറഫുദ്ദീൻ നിർമ്മിച്ച് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച ഒരു ചിത്രമാണ് തിയേറ്ററുകളിൽ നിറയുന്നത്, പെറ്റ് ഡിറ്റക്റ്റീവ്. ഒരു ഫൺ എന്റർടൈനർ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം. കുട്ടികളും ഫാമിലി സിനിമ ഏറ്റെടുത്തോടെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിനുടനീളം ലഭിക്കുന്നത്. ഷറഫുദ്ദീന്റെ CID മൂസയാണെന്നാണ് പടം കണ്ടിറങ്ങിയ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. പക്കാ കൊമേഴ്ഷ്യൽ സിനിമയുടെ സ്റ്റൈലിൽ ഒരുക്കിയ ഈ ചിത്രത്തിന്റെ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഷറഫുദ്ദീൻ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്ന് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഷറഫുദ്ദീൻ എന്ന നടനിൽ മാത്രമല്ല, പ്രൊഡ്യൂസറിലും ഒരു മിനിമം ഗ്യാരണ്ടി വെക്കാമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഷറഫുദ്ദീന്റെ സിനിമകൾ കാണാൻ കാത്തിരിക്കുന്നത് യുവാക്കൾ മാത്രമല്ല, ഫാമിലി ഓഡിയൻസും കുട്ടികളുമുണ്ട്. രസമുള്ള പുതുമയാർന്ന ചിത്രങ്ങളുമായി ഷറഫുദ്ദീൻ വീണ്ടും വരുമെന്നാണ് ഈ പ്രേക്ഷകരെല്ലാം ആഗ്രഹിക്കുന്നത്.